നമസ്കാരം. മഞ്ചേരിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം ഓട്ടോയിലിടിച്ച് 5 പേർ മരിച്ച സംഭവത്തിൽ അപകട കാരണം ഇതുവരെ വ്യക്തമല്ലെന്ന് പോലീസ്. മരിച്ച 5 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായി തകർന്നു. മരിച്ചവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 4 പേരാണ് ആദ്യം മരിച്ചത്. ഇവർ 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. പിന്നീട് ഒരാൾ കൂടി ആശുപത്രിയിൽ മരണപ്പെട്ടു. ഇതോടെയാണ് മരണം 5 ആയത്. ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദ്, മുഹ്സിന, തസ്നീമ, ഇവരുടെ മകൾ 7 വയസ്സുള്ള മോളി, മുഹമ്മദ് ഹസൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 4 പേർ ചികിത്സയിലാണ്. സബീറ, മുഹമ്മദ് നിഷാദ്, അസ്ഹ ഫാത്തിമ, റൈഹാൻ എന്നിവരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കിഴക്കേ തലയിൽ നിന്ന് പുല്ലൂരിലേക്ക് പോവുകയായിരുന്ന ഓട്ടോ അരീക്കോട് ഭാഗത്തു നിന്ന് വന്ന അയ്യപ്പ ഭക്തരുടെ ബസ്സുമായി ചെട്ടിയങ്ങാട് ഭാഗത്ത് വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായി തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മരിച്ചവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം അപകടത്തിന് കാരണം എന്താണെന്ന് വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരിച്ചവരുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തിൽ പരിക്കേറ്റവരെ കാണാൻ സ്ഥലം MLA UA ലത്തീഫും മലപ്പുറം MLA P ഉബൈദുള്ള MLA എത്തി. ഒരു ബന്ധു കൂടിയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് എത്തിച്ചത്? മാത്രമല്ല റോഡിനെതിരെ ഒരു പരാതി കൂടെ നാട്ടുകാർ റോഡ് അതൊന്ന് കറക്റ്റ് ചെയ്യണം എന്നതൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഈ മരിച്ചതാണ് എൻ്റെ ബന്ധു അടുത്ത ഉദാഹരണമായ സംഭവമാണ്. ഒരു പെൺകുട്ടി നിങ്ങളെ പരാതികൾക്ക് അപ്പുറത്ത് പരിഹരിച്ചെങ്കിൽ ഇതൊന്നും സംഭവിക്കുന്നു. ഇനിയെങ്കിലും അതിനായിരിക്കാം നല്ലത്. ഈ അപകടം എങ്ങനെ ഉണ്ടായി നമ്മളൊരു മനസ്സിലായത്? സാധാരണ IPC 304 പറയും അത് കേസ് ഉണ്ടാവുള്ളൂ. മാത്രമാണ് എൻ്റെ പോകുന്നത്. ഫാഷൻ ടെക്നിക്കൽ ഡ്രൈവിംഗ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. അതായത് പറയുമ്പോൾ വലിയ വാഹനത്തിന് ഡ്രൈവറാണ്, ആക്സിഡൻറ്റിന് നെഗ്ലിജൻ്റ് ഡ്രൈവിംഗ് അവരുതാണ്. അങ്ങനെയാണ് ഈ ഓട്ടോറിക്ഷ ഉൾപ്പെടുന്നത്. ഈ ഓട്ടോ ഡ്രൈവറുടെ മകളുടെ നിക്കാഹാണ് നാളെ. നാളെ അവർ ആ പെൺകുട്ടിയാണ് നിക്കാഹ് നിശ്ചയിച്ചത്. ഞാൻ ആ കഴിഞ്ഞ നമ്മളുണ്ട്. ഞാൻ ഇവിടെ വന്നു പരിശോധിക്കട്ടെ. ഇതിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ സംയുക്തമായിട്ട് പരിശോധന ഉണ്ട്. അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും അവിടെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാറ്റാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവിടെ വേറെ ആക്സിഡൻസ് ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ എത്ര സാർ? ഇപ്പോൾ 3 ആണ്. 2 പേരോട് സീരിയസ് ആകുന്നുണ്ട്. അതൊന്നും അറിയട്ടെ, അറിയില്ല. ഒരു കുടുംബത്തിലെ ആൾക്കാർ എന്തായാലും ഇപ്പോൾ ഒരു സ്ട്രേറ്റ് റോഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കട്ടെ, ഓട്ടോയുമായി കൂടി ലൈവ് ദൃശ്യത്തിൻ്റെ ബൈറ്റ് വരുന്നുണ്ട്. സംഭവം ഏകദേശം എത്ര മണിക്കാണ്? ഒരു 5:30 മണിയായിട്ട്. ബസ് അനുഭവത്തിലായിരുന്നു. സമയത്ത് നമ്മളറിയില്ല, കഴിഞ്ഞിട്ടില്ല. ആവശ്യമായിട്ട് പോകുന്നപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് പോകുന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇതിന് മുമ്പ് തന്നെ ഈ സ്ത്രീ മരണപ്പെട്ടില്ല. ഒരു ഓട്ടോ ഡ്രൈവർക്ക് അതീവ ഗുരുതരാവസ്ഥയാണ് ഇവിടെ എത്തിയിട്ടാണ് മരണപ്പെട്ടത്. പിന്നെ 2 പേരെ ഗുരുതരായിട്ട് വരുമ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ അപ്പോൾ എന്താണ് അവസ്ഥ ഒന്ന് ഡെത്തായെന്ന് പറയുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് പിന്നെ ഈ ഡ്രൈവറും ഈ കുട്ടിയും മരണപ്പെട്ടത്. ഓട്ടോ ഏതാണ്ട് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലായിരുന്നു. ഓട്ടോ ഏകദേശം ഓട്ടോയിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? 8-9 ആൾക്കാരുണ്ട്. ചെറിയ കുട്ടികളടക്കം, ചെറിയ പിഞ്ചു കുട്ടിയുണ്ട്. പിഞ്ചു കുട്ടി ഇപ്പോൾ 3 കുട്ടികളെ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല, ചെറിയ നിസ്സാര പരിക്കുകളുണ്ട്. ഒക്കെ ഓട്ടോറിക്ഷയിലാണ്. ഓട്ടോയിൽ എത്രത്തോളം ആളുണ്ടായിരുന്നു? ഓട്ടോയിൽ എത്ര ആളുകളുണ്ടായിരുന്നു? ഏകദേശം 8-10 ആളുകൾ. അധികവും കുട്ടികളായിരുന്നു. അധികം കുട്ടികളാണ്. മുതിർന്ന ആളുകൾ 3 ആളായിരുന്നു. അവർ കിഴക്കേത്തലിൽ നിന്ന് പിന്നെ പുല്ലൂരാണ് സ്ഥലമുണ്ട്, മഞ്ചേരി മുനിസിപ്പാലിറ്റി. അവർക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് സംഭവം.